ഒപ്പം ചേർന്നിട്ടുണ്ട്. കാരശ്ശേരി മാഷ്, ഇത് ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ ആരോപണങ്ങൾ വളരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പാകത്തിൽ ഒരു വിശദീകരണം നൽകാനോ അതല്ലെങ്കിൽ സത്യസന്ധവും നീതിപൂർവവും സുതാര്യവുമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവിടുത്തെ ഭരണക്രമം മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനോ ഉതകുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ തെളിവുകൾ ആവശ്യപ്പെടുകയാണ് ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന്. അതിനിടെയാണ് ഇപ്പോൾ ഈ വാരണാസിയിലെ കാര്യം സംബന്ധിച്ച് ഒരു പുതിയ വെല്ലുവിളി കോൺഗ്രസ് നടത്തുന്നത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ കള്ളവോട്ട് ചെയ്തുവെന്നും വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുമൊക്കെയുള്ള രേഖകൾ സഹിതമുള്ള ആരോപണങ്ങൾ ഇവിടുത്തെ മറ്റു രണ്ട് മുന്നണികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ഇതിലെ ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നാൽ എന്ത് നടപടി ഉണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഗോപികൃഷ്ണൻ, എൻ്റെ ധാരണയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ. നമ്മുടെ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. കാരണം നമുക്ക് ജനാധിപത്യമുണ്ട്, 5 കൊല്ലത്തിലൊരിക്കൽ നമ്മൾ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കൂട്ടരാണ് എന്നാണ് നമ്മുടെ അവകാശവാദം. അതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. 6 മാസം ഗൃഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് പുറത്തുവിട്ടതെന്ന് പറയുന്നു. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആദ്യം ഉള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം ഇവിടുത്തെ എൻ്റെ കണക്കിന് കോടതി പോലെ ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് നിഷ്പക്ഷമാവണം, സ്വതന്ത്രമാവണം, വേറൊരു പഴയ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ വിശുദ്ധമാകണം. അത് എല്ലാ പക്ഷപാതങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്നും മുക്തമായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഈ വിവരങ്ങൾ കേൾക്കുന്ന മറ്റ് നാട്ടുകാർ നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഇത് വല്ലവരും വഴിയെ പോണ ആര് പറഞ്ഞാലും ഇത് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ഉത്തരവാദിത്വപൂർവ്വം ഉന്നയിച്ച വിമർശനങ്ങളാണ്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള, അതിൻ്റെ സത്യം വെളിപ്പെടുത്താനുള്ള, അതിൻ്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. അവരതിൻ്റെ പുറത്ത് സാങ്കേതികത ഉന്നയിക്കുന്നത് അങ്ങേ അറ്റത്തെ അല്പത്തമാണ്. അതിപ്പോൾ ഒരു കടലാസ് എഴുതി കൊടുക്കുക എന്നുള്ള അല്ലല്ലോ കാര്യം, അതിൻ്റെ വസ്തുതയല്ലേ. ഇപ്പോൾ അന്ന് വന്ന വാർത്തകളിൽ 125 വയസ്സുള്ള ഒരാൾ കന്നി വോട്ടറായി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അതുപോലെ ഒരാൾക്ക് 50 മക്കളുണ്ട് എന്ന് വായിച്ചു. അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ തൃശ്ശൂരിൽ ഈ സംഗതി എന്താണ് എന്ന് ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടുന്ന് ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയാണ്. എന്തൊരു തമാശ എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ആരോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്? ജനങ്ങളോടാണ്. ജനങ്ങളുടെ ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ മുഖമാണ്, ജനങ്ങളുടെ വായയാണ് മാധ്യമം എന്ന് പറയുന്നത്. ജനങ്ങൾക്കൊന്നായിട്ട് വന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ലാതെ പറയുന്നു. നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് അവരെ പരിഹസിക്കുന്നു. അപ്പോൾ ജനാധിപത്യത്തിൽ പാർലമെൻറ്റ് മെമ്പർമാരും മന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ഒക്കെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ജനങ്ങളോടാണെങ്കിൽ അതിന് സംസാരിക്കേണ്ടത് മാധ്യമങ്ങളോടാണ്. അത് തീർച്ചയായിട്ടും ഇതിപ്പോൾ വളരെയധികം സംശയഗ്രസ്തമായിരിക്കുകയാണ് ഈ അന്തരീക്ഷം മുഴുവൻ. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ സ്വതന്ത്രമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അപ്പോൾ നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞ മാതിരി
സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ പിറ്റേന്ന് ഗവർണർമാരും രാജ്യസഭയിലോ ലോക്സഭയിലോ MP-മാരും ആയി തീരുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയെപ്പറ്റി, നമ്മുടെ നീതിപീഠത്തെപ്പറ്റി നമുക്ക് സംശയം വരും. അപ്പോൾ ഇവിടെ ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. കാരണം ജഡ്ജിമാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സ്ഥാനങ്ങളിൽ പദവികളിൽ ഇരിക്കാൻ പാടില്ല എന്ന്. കാരണം സ്വാധീനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതിലെ വരികയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് തന്നെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അത് പക്ഷേ ഒരു തെളിവ് സഹിതം സുപ്രീം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് നമുക്ക് വോട്ടിംഗ് മെഷീൻ വേണ്ട, നമുക്ക് സാധാരണ ഇപ്പോൾ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളൊന്നും ആ നിലയ്ക്ക് വലിയ ഫലം കണ്ടില്ലല്ലോ. കാരണം ഇതിലെ സാങ്കേതിക പിഴവുകളൊന്നുമില്ല, ഇത് അങ്ങനെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു സാർ പറഞ്ഞു അതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വഴിയൊരുക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇത് ഫുൾ പ്രൂഫായിട്ട് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അതിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ പിന്നീട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്? അതെ, അല്ല, ആ സംഗതി അതിലിപ്പോൾ ഹോംവർക്ക് ചെയ്യണം, ഗൃഹപാഠം ചെയ്യണം. അതായത് എന്താണ് ഇതിൻ്റെ പ്രശ്നം, സാങ്കേതികത എന്താണ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്തരം ജോസഫ് സി മാത്യു അതിന് പ്രാപ്തനായ ഒരാളാണ്. അത്തരത്തിലുള്ള സാങ്കേതികത പഠിച്ച ആളുകളെ ഉപയോഗിച്ച് ഇത് പഠിച്ചിട്ട് അത് കോടതിയെ, ഇലക്ഷൻ കമ്മീഷനെ, ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തുരുപ്പിച്ചീട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വോട്ടാണ്. ആ വോട്ടിന് തന്നെ, നമ്മുടെ ആ അവകാശത്തിന് തന്നെ യാതൊരു അർത്ഥവുമില്ല. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് അളവിലും കപടം കാണിക്കാവുന്നതാണ്. ഇപ്പോൾ വോട്ട് കൊള്ള എന്നൊരു വാക്കുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വോട്ട് കൊള്ള എന്ന് പറഞ്ഞാൽ കള്ളവോട്ട് നേരത്തെ ഒരു വാക്കുണ്ട്. അതിപ്പോൾ ഒരു വ്യക്തിയോ ഒരു കാരശ്ശേരി മാഷേ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ കമ്മീഷന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ പ്രശ്നമായിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊന്നും ഇതിന് യോജിച്ച, മാന്യതയ്ക്ക് യോജിച്ച വാക്കല്ല. അതൊക്കെ ഈ രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നാണ് കമ്മീഷൻ പറയുന്നത്. അല്ലാതെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചോ അതിലെ കൃത്രിമത്വം സംബന്ധിച്ചോ അതിൽ ഈ ഇല്ലാത്ത ആളുകളുടെ പേര് ചേർത്തത് സംബന്ധിച്ചോ ഒന്നും കമ്മീഷന് പ്രശ്നമില്ല. വോട്ട് കൊള്ള എന്നൊരു വാക്കുപയോഗിച്ചതിലാണ് ഇപ്പോൾ കമ്മീഷന് പ്രശ്നമായിരിക്കുന്നത്. അതെ, നടുക്കമുണ്ടാക്കുന്നൊരു വാക്കാണത്. വോട്ട് കൊള്ള എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ബോംബ് വെച്ചിരിക്കുകയാണത്. അതായത് കുറ്റകൃത്യം ചെയ്യുന്നവരല്ല കുറ്റവാളികൾ, കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്നവരാണ് കുറ്റവാളികൾ. നമ്മുടെ നാട്ടിലൊരു രീതി അങ്ങനെയാണല്ലോ. ഇപ്പം ഈ പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കാര്യത്തിൽ, ഇവിടുത്തെ LDF കാര്യമായി അതിനെപ്പറ്റി ഒരു ആധിയുണ്ട് എന്ന് വിചാരിക്കാൻ നമുക്ക് തെളിവൊന്നുമില്ല. അപ്പോൾ അവർ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷിയാണ്. അവർ തീർച്ചയായിട്ടും ഈ സംഗതിയുമായിട്ട് രംഗത്തിറങ്ങേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ആരെവിടെ ജയിച്ചാലും തോറ്റാലും നമുക്ക് സ്വതന്ത്രമായ, നീതിനിഷ്ഠമായ ഒരു ഇലക്ഷൻ പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാലേ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമുള്ളൂ. ഇത് പണം കൊടുത്തിട്ടോ മദ്യം കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയോ ഈ തരത്തിലുള്ള വോട്ട് കൊള്ളകളിലൂടെയോ ആണ് ആളുകൾ ജയിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജനാധിപത്യത്തിന് എന്താണ് അർത്ഥമുള്ളത്? അതിനെ നിരർത്ഥകമാക്കുന്ന ഒന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആരോപണം ഇത് വെറുതെ ഉന്നയിക്കുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. നമ്മുടെ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാഹുൽ ഗാന്ധി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി കാരശ്ശേരി മാഷി പറഞ്ഞതുപോലെ വോട്ടുകൊള്ള ആരോപണത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് ഈ ആരോപണം ഉന്നയിച്ചവർക്കാണോ അതോ ആരോപണം നേരിട്ടവരാണോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കാര്യത്തിൽ എത്ര നാൾ ഈ തെരഞ്ഞെടുപ്പിലെ ഈ ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ചോദിച്ചുകൊണ്ട് നിൽക്കും?